ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. PSC അടുത്ത് നടത്താനിരിക്കുന്ന ഡിവിഷണൽ അക്കൗണ്ട് പ്രിലിംസ് പരീക്ഷയ്ക്ക് ആവശ്യമായ അക്കൗണ്ടൻസി എന്ന് പറയുന്ന പേപ്പറിന്റെ ചാപ്റ്ററുകൾ 10 ഉണ്ട്. അത് ഞാൻ വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടുമുമ്പ് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ഒരു ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുകയാണ്. വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിശകലനം ചെയ്തതിന്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ്. നിങ്ങൾ തീർച്ചയായും കാണണം. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻട്രൊഡക്ഷൻസ് ടു അക്കൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ജേർണലൈസ് വരെ നമ്മൾ അതിനകത്ത് ചെയ്തിരുന്നു. അപ്പോൾ ആ ജേർണലൈസിങ്ങും ജേർണൽ എൻട്രിയും അതുപോലെ തന്നെ നറേഷനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സബ്സിഡിയറി ബുക്ക് വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്നത്തെ എന്റെ രണ്ടാമത്തെ വീഡിയോയിൽ അതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെ 10 ചാപ്റ്ററിൽ നിന്ന് 3 മാർക്ക് വെച്ച് 30 മാർക്കാണ്. തീർച്ചയായും ഞാൻ ആ 30 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിത്തരുന്ന രീതിയിലുള്ള ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ലെഡ്ജർ മുതലാണ് ആരംഭിക്കേണ്ടത്. സബ്സിഡിയറി ബുക്ക് വരെ നമ്മൾ പഠിച്ചു നിർത്തി. ഇനി നമുക്ക് ലെഡ്ജറുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ലെഡ്ജർ എന്താണെന്ന് അറിയണം. നമുക്കറിയാം, ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഈ ബിസിനസ് ഹാസ് ഫുൾ ഓഫ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ആ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എപ്പോഴും പല പല അക്കൗണ്ടുകളിലാണ്. അപ്പൊ ഇവിടെ അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ലെഡ്ജർ പഠിക്കുന്നതിന് മുമ്പ് അക്കൗണ്ട് എന്താണെന്ന് വ്യക്തമായി നമുക്കൊരു ധാരണ വേണം. ഇവിടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. അക്കൗണ്ട്സിനെ നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യുന്നത്. അതേതൊക്കെയാണ് ഈ 3 ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് പേഴ്സണൽ അക്കൗണ്ട്, ദെൻ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അങ്ങനെ 3 അക്കൗണ്ടുകളാണ്. ശരിക്കും അതിനെ നമുക്ക് 2 വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. പേഴ്സണൽ അക്കൗണ്ട് ആൻഡ് ഇമ്പേഴ്സണൽ അക്കൗണ്ട് എന്നും, ഇമ്പേഴ്സണൽ അക്കൗണ്ടിനെ വീണ്ടും 2 ക്ലാസിഫൈ ചെയ്തു. റിയൽ അക്കൗണ്ട് അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട്, പിന്നെ നോമിനൽ അക്കൗണ്ട്, അങ്ങനെ പറയാം. അതല്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3 എന്ന് പറഞ്ഞിട്ട് അത് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ ഓർ അസറ്റ് അക്കൗണ്ട്, ദെൻ നോമിനൽ അക്കൗണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ അക്കൗണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ എനി അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് എ പേഴ്സൺ ഈസ് കാൾഡ് പേഴ്സണൽ അക്കൗണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പേഴ്സണൽ അക്കൗണ്ട് എന്നാണ്. അപ്പൊ എനി അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് എ പേഴ്സൺ ഈസ് കാൾഡ് പേഴ്സണൽ അക്കൗണ്ട്. വ്യക്തികളുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടുകളെ വിളിക്കുന്ന പേര് പേഴ്സണൽ അക്കൗണ്ട് എന്നാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നാച്ചുറൽ പേഴ്സണുമുണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണുമുണ്ട്. അപ്പൊ നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ അശോക് എന്ന് പറയുന്ന ഒരാള്, അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്ന ഒരാള്, ഗോപാലൻ എന്ന് പറയുന്ന ഒരാള്, ഇതൊക്കെ നാച്ചുറൽ പേഴ്സൺ ആണ്. എന്നാൽ നിയമത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ചില പേഴ്സണൽ അക്കൗണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും. അത് ഇൻ ദ ഐസ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഇൻ ദ ഐസ് ഓഫ് ലോ ദേ ആർ എ പേഴ്സണൽ അക്കൗണ്ട്. അവർ നിയമത്തിന്റെ ദൃഷ്ടികളിലൂടെ നോക്കുന്നത് മാത്രമാണ് അവർ പേഴ്സണൽ അക്കൗണ്ട് ആകുന്നത്. അതിന് നമുക്ക് ബാങ്കിനെ പറയാം, ഒരു കമ്പനിയെ പറയാം, ഒരു ഫേമിനെ പറയാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഓർഗനൈസേഷനെ പറയാം. അപ്പൊ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ഇവരെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള പേഴ്സൺസ്, ആർട്ടിഫിഷ്യൽ പേഴ്സണോ നാച്ചുറൽ പേഴ്സണോ ആവട്ടെ, ഇവരുടെ പേരിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് പേഴ്സണൽ അക്കൗണ്ട് എന്നാണ്. അപ്പൊ അക്കൗണ്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3: പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. അതിൽ പേഴ്സണൽ അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എനി അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് എ പേഴ്സൺ ഈസ് കാൾഡ് പേഴ്സണൽ അക്കൗണ്ട്. ദെൻ എനി അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റിന്റെ പേരിലാണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് എന്നാണ്. അതിന്റെ ഉദാഹരണം നമുക്കറിയാം. അസറ്റുകൾ നമുക്കെടുക്കാം, പ്ലാന്റ് എടുക്കാം, ലാൻഡ് എടുക്കാം, ബിൽഡിംഗ് എടുക്കാം, മെഷീനറി എടുക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ പേരിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അതിന് വിളിക്കുന്ന പേര് അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് എന്നാണ്. എന്നാൽ 3ാമത്തെ അക്കൗണ്ടിന് വിളിക്കുന്ന പേര് നോമിനൽ ഓർ ഫിക്ടീഷ്യസ് അക്കൗണ്ടാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ദീസ് ആർ ദ അക്കൗണ്ട്സ് വിച്ച് ആർ ഇൻ നെയിം ഒൺലി. പേരിൽ മാത്രമേ ഉള്ള, നമുക്ക് കാണാനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റാത്ത ചില അക്കൗണ്ടുകളാണ് ഈ നോമിനൽ അക്കൗണ്ട് അഥവാ ഫിക്ടീഷ്യസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്പെൻസിന്റെ പേരിലോ ഇൻകത്തിന്റെ പേരിലോ ആണ് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നോമിനൽ അക്കൗണ്ട് എന്നാണ്. ദാറ്റ് മീൻസ് എനി അക്കൗണ്ട് വിച്ച് ഈസ് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ആൻ എക്സ്പെൻസ് ഓർ ഇൻകം. ഒരു എക്സ്പെൻസിന്റെയോ ഇൻകത്തിന്റെയോ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് നോമിനൽ അക്കൗണ്ട് എന്നാണ്. ഉദാഹരണത്തിന് സാലറി അക്കൗണ്ട്, ദെൻ വേജസ് അക്കൗണ്ട്, ദെൻ കമ്മീഷൻ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേര് നോമിനൽ അക്കൗണ്ട് എന്നാണ്. അപ്പൊ ഈ അക്കൗണ്ടുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പീരീഡിൽ, ഒരു നിശ്ചിത പീരീഡിൽ ഉടലെടുക്കുന്ന കുറെ ട്രാൻസാക്ഷന്റെ സമ്മറിയെ നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ട് എന്നാണ്.
So account means the summary of all those transactions which are taken place during a particular period. ഒരു പീരീഡിൽ ഉടലെടുക്കുന്ന കുറെ ട്രാൻസാക്ഷന്റെ സമ്മറൈസ്ഡ് ഫോമിനെ വിളിക്കുന്ന പേര് അക്കൌണ്ട്സ് എന്നാണ്. അപ്പൊ അക്കൌണ്ട്സ് വ്യക്തമായി. Accounts simply means the summary of all those transactions which are emerged or taken place during a particular period. അങ്ങനെ ഒരു നിശ്ചിത പീരീഡിലേക്ക് ഉടലെടുക്കുന്ന ട്രാൻസാക്ഷന്റെ സമ്മറിയെ വിളിക്കുന്ന പേര് അക്കൌണ്ട് എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ അക്കൌണ്ടുകളുടെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെഡ്ജർ. സോ ലെഡ്ജർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൌണ്ട്സ്. അതാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പൊ ലെഡ്ജർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് അക്കൌണ്ട് ഈസ് കാൾഡ് ലെഡ്ജർ. ഒരു കൂട്ടം അക്കൌണ്ടുകളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേര് ലെഡ്ജർ എന്നാണ്. അപ്പൊ ടൈപ്സ് ഓഫ് അക്കൌണ്ടും അതുപോലെ തന്നെ അക്കൌണ്ട് എന്താണെന്നും അതുപോലെ ലെഡ്ജർ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയുള്ള ഈ ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബുക്കാണ്. ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ ബുക്കിലാണ്. അങ്ങനെ ജേണൽ ബുക്കിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന പിന്നെ രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്നത് ലെഡ്ജറിലാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം അക്കൌണ്ടിംഗ് പ്രോസസ് എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട് അക്കൌണ്ടൻസിയിൽ. എന്താ അക്കൌണ്ടിംഗ് പ്രോസസ്? ജേർണലൈസിംഗ്, പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിംഗ്. ഒരു പ്രിലിമിനറി ആയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അക്കൌണ്ടിംഗ് പ്രോസസ്സിലൂടെയാണ്. അപ്പൊ അക്കൌണ്ടിംഗ് പ്രോസസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേർണലൈസിംഗ് ഉണ്ട്, പോസ്റ്റിംഗ് ഉണ്ട്, ബാലൻസിംഗ് ഉണ്ട്. ഇവിടെ നമ്മൾ രണ്ടാമത്തെ കേസ് പോസ്റ്റിംഗിൽ നമ്മൾ പറയാൻ പോകുന്ന സംഭവമാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ആദ്യം പ്രൈമറി ബുക്കായിട്ടുള്ള ജേണൽ ബുക്കിലേക്ക് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത ഫോം എന്ന് പറയുന്നത് ജേണൽ എൻട്രിയാണ്. അപ്പൊ ഈ ജേണൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ആ ജേണൽ എൻട്രിയെ നമ്മൾ രണ്ടാമത്തെ ബുക്കിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ രണ്ടാമത്തെ ബുക്ക് എന്ന് പറയുന്നത് ലെഡ്ജർ ആണ്. അത് നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി എൻട്രി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബുക്ക് എന്നാ വിളിക്കുന്നത്. ജേണലിനെ വിളിക്കുന്ന പേര് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ പ്രൈം എൻട്രി എന്നാ വിളിക്കുക. ഇവിടെ ലെഡ്ജറിനെ വിളിക്കുന്ന പേര് സെക്കൻഡറി എൻട്രി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ബുക്സ് എന്നാ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രിൻസിപ്പൽ ബുക്കിലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലെഡ്ജറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ജേണൽ എൻട്രിയെ ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഒരു ജേണൽ എൻട്രിയെ ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ജേണൽ എൻട്രി ഇൻ ടു ദ ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. അങ്ങനെ ഒരു ജേണൽ എൻട്രി ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് പോസ്റ്റിംഗ് എന്നാണ്. അതാണ് രണ്ടാമത്തെ അക്കൌണ്ടിംഗ് പ്രോസസ് എന്ന് പറയുന്ന പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്തു. അപ്പൊ ലെഡ്ജർ എന്ന് പറയുമ്പോൾ അക്കൌണ്ട്സ് ആണ് നമ്മൾ പറഞ്ഞു. അക്കൌണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു അക്കൌണ്ടിന് രണ്ട് പകുതികളുണ്ട്, ടു ഈക്വൽ ഹാവ്സ്. ഓരോ സൈഡിലും നമുക്കറിയാം അല്ലെ, കോളംസ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, പർട്ടിക്കുലേഴ്സ് ഉണ്ട്, ജേണൽ ഫോളിയോ ഉണ്ട്, എമൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലുമുണ്ട്. ഇവിടെ നമ്മൾ ടെക്നിക്കലായിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേര് ഡെബിറ്റ് സൈഡ് എന്നും റൈറ്റ് ഹാൻഡ് സൈഡിനെ വിളിക്കുന്ന പേര് ക്രെഡിറ്റ് സൈഡ് എന്നുമാണ്. അങ്ങനെ നമ്മൾ ജേണൽ എൻട്രി നോക്കി അതിന്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എടുത്ത് നമ്മൾ രണ്ട് സൈഡുകളിൽ പോസ്റ്റ് ചെയ്തു. അങ്ങനെ പോസ്റ്റ് ചെയ്ത് ട്രാൻസാക്ഷൻസ് എല്ലാം പോസ്റ്റ് ചെയ്തു, ജേണൽ എൻട്രി എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് ബാലൻസ് ചെയ്യണം. അങ്ങനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അക്കൌണ്ടിന്റെ രണ്ട് സൈഡുകൾ നോക്കി ഏറ്റവും കൂടുതലുള്ള ഫിഗർ ഏതാണോ അത് രണ്ട് സൈഡിലും കൊണ്ടുവന്ന് എഴുതിയിട്ട് അതിന്റെ ബാലൻസ് എത്രയാണോ ആ ബാലൻസ് കുറവ് വരുന്ന സ്ഥലത്ത് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതും, ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് എഴുതും. അങ്ങനെ ഒരു അക്കൌണ്ട് നമ്മൾ പൂർണ്ണമായും ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ അക്കൌണ്ടിംഗ് പ്രോസസ് കറക്റ്റായി ജേർണലൈസ് ചെയ്തു, പോസ്റ്റ് ചെയ്തു, ദെൻ ബാലൻസ് ചെയ്തു. ഇങ്ങനെ നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് അക്കൌണ്ട്സുകൾ കാണും, ന്യൂമറസ് അക്കൌണ്ട്സുകളും പല അക്കൌണ്ടുകൾ കാണും. അപ്പൊ നമ്മൾ ചെയ്തു വന്ന പ്രോസസ് നോക്കൂ. ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ട്രാൻസാക്ഷൻ ജേർണലൈസ് ചെയ്തു, പോസ്റ്റ് ചെയ്തു, ബാലൻസ് ചെയ്തു. ആക്ച്വലി ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. ഒരു കൂട്ടം ആൾക്കാർ ഈ പ്രോസസ്സുകളെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് വളരെ ദീർഘമായ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സ് നമ്മൾ ചെയ്തപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്യണം. ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കടന്നുകൂടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ അതിന്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതും. ആ സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് ട്രയൽ ബാലൻസ് എന്നാണ്. അങ്ങനെ എഴുതുന്ന സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് ട്രയൽ ബാലൻസ് എന്നാണ്. എന്തിനാണ് ഈ ട്രയൽ ബാലൻസ് എഴുതുന്നത്? A trial balance is a tabulated statement of the debit and credit balances of various accounts prepared to check the arithmetical accuracy of accounts. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ലെഡ്ജറിന്റെ ആ ബാലൻസുകൾ എടുത്തുകൊണ്ട് വന്ന ഒരു ടാബുലേറ്റഡ് സ്റ്റേറ്റ്മെന്റ് എഴുതി അതിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ എഴുതിയിട്ട് അത് നമ്മൾ നോക്കി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തതിന്റെ അരിത്തമാറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ നമ്മൾ ചെയ്ത പ്രോസസ്സിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. A trial balance is prepared to check the arithmetical accuracy of accounts. അതൊരു ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയുടെ. ട്രയൽ ബാലൻസ് എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ടു ചെക്ക് ദ arithmetical accuracy of accounts. അപ്പൊ നമുക്കറിയാം ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് സൈഡും രണ്ട് സൈഡുകളുണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. അപ്പൊ ആ ഡെബിറ്റ് എമൗണ്ടുകളും ക്രെഡിറ്റ് എമൗണ്ടുകളും ടാലി ചെയ്ത് വന്നാൽ നമ്മൾ ചെയ്ത കണക്കുകളെല്ലാം ശരിയായി, പ്രോസസ്സുകളെല്ലാം ശരിയായി. പക്ഷേ
അവിടെ നമുക്ക് ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, എറേഴ്സ് പറ്റിയിട്ടുണ്ട് എന്ന്. അവിടെ നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് മെത്തേഡുകളിലാണ്. അതോടെ പറഞ്ഞിട്ട് എറേഴ്സിലേക്ക് പോകാം. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് മെത്തേഡുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ടോട്ടൽ മെത്തേഡും മറ്റൊന്ന് ബാലൻസ് മെത്തേഡുമാണ്. അതും പരീക്ഷയ്ക്ക് ആവശ്യമാണ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് മെത്തേഡുകൾ എന്ന് പറയുന്ന ടോട്ടൽ മെത്തേഡും ബാലൻസ് മെത്തേഡുമാണ്. അപ്പോൾ ഒരു അക്കൗണ്ടിന്റെ രണ്ട് സൈഡിലെയും ടോട്ടൽ എടുത്തുകൊണ്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് ടോട്ടൽ മെത്തേഡും, ഒരു അക്കൗണ്ടിന്റെ ബാലൻസിംഗ് ഫിഗർ മാത്രം എടുത്താണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് ബാലൻസ് മെത്തേഡുമാണ്. അങ്ങനെ രണ്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഒരു അക്കൗണ്ടിന്റെ രണ്ട് സൈഡുകളിലും ടോട്ടൽ എടുത്തിട്ട് ആ രണ്ട് സൈഡിലും ഡെബിറ്റിന്റെയും ക്രെഡിറ്റിന്റെയും ടോട്ടൽ എമൗണ്ട് ആണ് എടുക്കുന്നതെങ്കിൽ അത് ടോട്ടൽ മെത്തേഡും, എന്നാൽ രണ്ടും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന്റെ ബാലൻസ് എടുത്താണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബാലൻസ് മെത്തേഡുമെന്നാണ്. നമ്മളിവിടെ കൂടുതലും ചെയ്യുന്നത് ബാലൻസ് മെത്തേഡാണ്. ഇതിന്റെ ബാലൻസ് എടുത്ത് ചെയ്യുന്ന മെത്തേഡാണ്. അങ്ങനെ നമ്മൾ ബാലൻസ് എടുത്ത് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ട്രയൽ ബാലൻസിന് എമൗണ്ട് കോളം ഡിസഗ്രി ചെയ്താൽ നമുക്ക് ഉറപ്പായി അവിടെ എവിടെയോ മിസ്റ്റേക്ക് കടന്നുകൂടിയിട്ടുണ്ട് എന്ന്. അപ്പൊ നമ്മൾ മിസ്റ്റേക്കിനെ കുറിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ടിങ് എറേഴ്സ് എന്നാണ്. അപ്പൊ എന്താണ് അക്കൗണ്ടിങ് എറേഴ്സ്? നമ്മളെ സിലബസിൽ അത് വ്യക്തമായിട്ടുണ്ട്. അക്കൗണ്ടിങ് എറേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു, ദ എറേഴ്സ് ഓർ ദ മിസ്റ്റേക്സ് കമ്മിറ്റഡ് വൈൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് അക്കൗണ്ടിങ് എറേഴ്സ് ആണ്. അപ്പോൾ വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് എറേഴ്സ്? ദ മിസ്റ്റേക്സ് ഓർ എറേഴ്സ് വിച്ച് കമ്മിറ്റഡ് വൈൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് മിസ്റ്റേക്കുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അക്കൗണ്ടിങ് എറേഴ്സ് എന്നാണ്. സോ അങ്ങനെയുള്ള അക്കൗണ്ടിങ് എറേഴ്സ് എത്ര വിധമുണ്ടെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിങ് എറേഴ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ 4. അക്കൗണ്ടിങ് എറേഴ്സ് നമുക്ക് മെയിനായിട്ട് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതേതൊക്കെയാണ് ഈ 4 ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ, ഒന്ന് എറർ ഓഫ് ഒമിഷൻ, 2 എറർ ഓഫ് കമ്മീഷൻ, 3 എറർ ഓഫ് പ്രിൻസിപ്പിൾ, 4 കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അങ്ങനെ 4 എറേഴ്സ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെ നമ്മൾ പറഞ്ഞ, ഒന്ന് എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, ദെൻ എറർ ഓഫ് പ്രിൻസിപ്പിൾ, ദെൻ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അപ്പൊ വാട്ട് യു മീൻ ബൈ എറർ ഓഫ് ഒമിഷൻ? ഇവിടെ നമ്മൾ വേരിയസ് ട്രാൻസാക്ഷൻസ് ഇങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താൽ വിട്ടുപോയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് എറർ ഓഫ് ഒമിഷൻ എന്നാണ്. പിന്നെ ട്രാൻസാക്ഷൻ ഈസ് ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ ഒമിറ്റ് ചെയ്തു പോയി, വിട്ടുപോയി. പിന്നെ ട്രാൻസാക്ഷൻ ഈസ് ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്, ഇറ്റ് ഈസ് കാൾഡ് എറർ ഓഫ് ഒമിഷൻ. കണ്ടോ, ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് എറർ ഓഫ് ഒമിഷൻ എന്നാണ്. അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ട്രാൻസാക്ഷൻ എഴുതി ചേർത്താൽ മതി. ആ ട്രാൻസാക്ഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ പ്രശ്നം അവസാനിച്ചു. അതാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എറർ എന്ന് പറയുന്നത് എറർ ഓഫ് കമ്മീഷൻ ആണ്. എന്താണ് എറർ ഓഫ് കമ്മീഷൻ? ദീസ് ആർ ദി എറേഴ്സ് വിച്ച് ആർ ഒക്കേർഡ് വൈൽ ടോട്ടലിംഗ് ഓർ ബാലൻസിംഗ് ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ടുകൾ നമ്മൾ അവസാനം ബാലൻസ് ചെയ്തു അല്ലെങ്കിൽ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വരാം. ഇപ്പൊ 550 എന്ന് പറയുന്നത് 580 ആയി പോയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു 0 നമുക്ക് കുറഞ്ഞു പോയോ കൂടിപ്പോയോ എന്നിരിക്കട്ടെ. അങ്ങനെ ബാലൻസ് ചെയ്യുന്ന സമയത്തോ ടോട്ടൽ ചെയ്യുന്ന സമയത്തോ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കടന്നുകൂടിയാൽ ആ എറേഴ്സ് നമ്മൾ വിളിക്കുന്ന പേര് എറർ ഓഫ് കമ്മീഷൻ എന്നാണ്. സോ വെൻ ദ എറേഴ്സ് ആർ കമ്മിറ്റഡ് വൈൽ ടോട്ടലിംഗ് ഓർ ബാലൻസിംഗ് ഓഫ് അക്കൗണ്ട് ഈസ് കാൾഡ് എറർ ഓഫ് കമ്മീഷൻ. അതാണ് രണ്ടാമത്തെ എറർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എറർ എന്ന് പറഞ്ഞാൽ എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അക്കൗണ്ടിങ്ങിനകത്ത് ചില ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്കറിയാം ഡെബിറ്റ് ചെയ്യാനും ക്രെഡിറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പൊ ആ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് നടത്തുന്നത്. അപ്പൊ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്തു പോയാൽ അതിനെ വിളിക്കുന്ന പേര് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ്. വെൻ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ വയലേറ്റഡ് വെൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ്. അതാണ് മൂന്നാമത്തെ എറർ എന്ന് പറയുന്നത്, എറർ ഓഫ് പ്രിൻസിപ്പിൾ. അപ്പൊ 3 എറർ ഓഫ് ഒമിഷനായി, എറർ ഓഫ് കമ്മീഷനായി, ദെൻ കോമ്പൻസേറ്റിംഗ് എറർ. അടുത്ത 4ാമത്തെ കേസിലെ കോമ്പൻസേറ്റിംഗ് എറർ. എന്താണ് ഈ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത്? ഒരു എററിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന മറ്റൊരു എറർ കൊണ്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കോമ്പൻസേറ്റിംഗ് എറർ എന്നാണ്. ഒരു എററിന് മറ്റൊരു എറർ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യുന്നു, ഒരു മിസ്റ്റേക്കിന് മറ്റൊരു മിസ്റ്റേക്ക് കൊണ്ട് കവർ ചെയ്യുകയാണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരേ നേച്ചറിലുള്ള 2 എക്സ്പെൻസുകളാണ്. ഒരേ നേച്ചറിലുള്ള 2 എക്സ്പെൻസ് ആയതുകൊണ്ട് ഒരു എക്സ്പെൻസിന് പകരം അതിന്റെ സ്ഥാനത്ത് മറ്റൊരു എക്സ്പെൻസ് വന്നാൽ നമുക്ക് അതിനകത്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാതെ വരും. ആ മിസ്റ്റേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരേ സ്വഭാവമല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു എററിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റൊരു എറർ വന്നാൽ അതിനെ വിളിക്കുന്ന പേര് കോമ്പൻസേറ്റിംഗ് എറർ എന്നാണ്.
സാധാരണ കേസിൽ ട്രയൽ ബാലൻസിൽ ഈ എറർ വന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. രണ്ടും ഒരു സൈഡിലാണ് വരുന്നത്, രണ്ടും ഒരേ എമൗണ്ട് ആണെന്നിരിക്കട്ടെ, പേര് പോലും മാറിപ്പോയി എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള എറേഴ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് കോമ്പൻസേറ്റിംഗ് എറർ എന്നാണ്. അപ്പൊ 4 എറേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു എറർ എഴുതാൻ, ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, എറർ ഓഫ് ഒമിഷൻ. അത് ആഡ് ചെയ്ത സമയത്ത്, അതുപോലെ തന്നെ ടോട്ടൽ ചെയ്യുന്ന സമയത്ത്, ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മിസ്റ്റേക്ക് വന്നു, എറർ ഓഫ് കമ്മീഷൻ. അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്തു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഒരു എററിന് മറ്റൊരു എറർ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്തു, ദാറ്റ് ഈസ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അങ്ങനെ 4 എറേഴ്സാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ക്ലാസിഫിക്കേഷൻ പറയാം, ഡ്യൂപ്ലിക്കേറ്റിംഗ് എറർ. ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ 2 പ്രാവശ്യം നമ്മൾ റെക്കോർഡ് ചെയ്തു. വെൻ എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ട്വൈസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൌണ്ട്. ഒരു ട്രാൻസാക്ഷൻ 2 പ്രാവശ്യം നമ്മൾ റെക്കോർഡ് ചെയ്തു എന്നിരിക്കട്ടെ, അങ്ങനെ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഡ്യൂപ്ലിക്കേറ്റിംഗ് എറർ എന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ എറേഴ്സ് ഒക്കെ ഉണ്ടായി വന്നാൽ, ഈ എറേഴ്സിനെയൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തോ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിലേ നമുക്ക് ഫൈനൽ അക്കൌണ്ട് എഴുതി ബിസിനസിന്റെ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കാൻ പറ്റൂ. ഒരു ട്രേഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്ന തന്റെ ബിസിനസിന്റെ ലാഭമോ നഷ്ടമോ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ തന്റെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. അതാണ് അയാളുടെ അൾട്ടിമേറ്റ് എയിം. അദ്ദേഹം ഒരു വർഷമായി ചെയ്യുന്ന പ്രോസസ്സിനകത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയണം, റിസൾട്ട് അറിയണം. അപ്പൊ അതിനുവേണ്ടി ട്രയൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. പക്ഷേ ഇവിടെ ട്രയൽ ബാലൻസ് എററായി പോയി. അപ്പൊ ട്രയൽ ബാലൻസ് എററായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യണം, അതിനെന്ത് ചെയ്യണം, അതിനെ റെക്ടിഫൈ ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അക്കൌണ്ടിംഗ് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ആ അക്കൌണ്ടിംഗ് എറേഴ്സിനൊക്കെ റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി, കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊരു ജേണൽ എൻട്രി കൊണ്ടുവരും. ആ ജേണൽ എൻട്രി വിളിക്കുന്ന പേര് റെക്ടിഫയിങ് എൻട്രി എന്നാണ്. അപ്പൊ റെക്ടിഫയിങ് എൻട്രി ഉപയോഗിച്ച് ഇതിനെ റെക്ടിഫിക്കേഷൻ നടത്തും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത്? ദീസ് ആർ ദ എൻട്രീസ് വിച്ച് ആർ യൂസ്ഡ് ടു കറക്റ്റ് ദ മിസ്റ്റേക്സ്. ഏതൊരു ട്രാൻസാക്ഷൻ എന്തൊക്കെ കാര്യങ്ങൾ അക്കൌണ്ടൻസി ചെയ്യണമെങ്കിലും തീർച്ചയായും നമുക്ക് എൻട്രി മുഖാന്തരമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ആ മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രി വിളിക്കുന്ന പേര് റെക്ടിഫിക്കേഷൻ എൻട്രി എന്നാണ്. ഇങ്ങനെ നമ്മൾ എത്ര തന്നെ കറക്റ്റ് ചെയ്താലും ചില സാഹചര്യങ്ങളിൽ ചില എറേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാതെ വരും. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ചില എറേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നാൽ, നമുക്ക് ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നാൽ, നമുക്ക് ട്രയൽ ബാലൻസ് ഫിനിഷ് ചെയ്ത് ഫൈനലിനെ കൊണ്ട് എഴുതെങ്കിലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് കണ്ടുപിടിക്കുന്നത് വരെ താൽക്കാലികമായി ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൌണ്ട് ഉണ്ട്. ആ അക്കൌണ്ടിനെ വിളിക്കുന്ന പേര് സസ്പെൻസ് അക്കൌണ്ട് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ അക്കൌണ്ടിംഗ് എറർ സംഭവിച്ചു കഴിഞ്ഞു, ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, ആ എറർ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എറേഴ്സ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്നത് വരെ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു അക്കൌണ്ട് എന്ന് പറയുന്നത് സസ്പെൻസ് അക്കൌണ്ട് ആണ്. അപ്പൊ ആ സസ്പെൻസ് അക്കൌണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ മിസ്റ്റേക്ക് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി എപ്പോഴാണോ ഈ മിസ്റ്റേക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സസ്പെൻസ് അക്കൌണ്ട് ക്ലോസ് ചെയ്ത് പോകും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സസ്പെൻസ് അക്കൌണ്ട് ഈസ് ക്ലോസ്ഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ എറർ ഈസ് ഡിറ്റക്റ്റഡ്. എപ്പോഴാണോ എറർ ഡിറ്റക്ട് ചെയ്യുന്നത്, ആ എറർ ഡിറ്റക്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ സസ്പെൻസ് അക്കൌണ്ട് എന്തായി പോകും, അതില്ലാതായി പോകും, അത് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആയി പോകും. ഇതാണ് സസ്പെൻസ് അക്കൌണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അക്കൌണ്ടിംഗ് എറേഴ്സിനെ കറക്റ്റ് ചെയ്ത് ഇപ്പം നമ്മൾ ട്രയൽ ബാലൻസ് എഴുതി. ആ ട്രയൽ ബാലൻസ് എഴുതുന്നത് വരെയാണ് യഥാർത്ഥത്തിൽ ഒരു ബുക്ക് കീപ്പറുടെ ജോലി എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ശരിക്കും ബുക്ക് കീപ്പിംഗ് അവസാനിച്ചു, ഇനി ഒരു അക്കൌണ്ടന്റിന്റെ ജോലിയാണ് ആരംഭിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. എന്താണ് ആ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ക്യാഷ് ബുക്ക് പറഞ്ഞായിരുന്നു. ക്യാഷ് ബുക്കിനകത്ത് ഒരു 2 കോളം ക്യാഷ് ബുക്ക് നമ്മൾ പറഞ്ഞു. എന്താണ് ഈ 2 കോളം ക്യാഷ് ബുക്ക് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ക്യാഷ് ബുക്കിന്റെ 2 സൈഡുകളിലും ഒരു ക്യാഷ് കോളവും ബാങ്ക് കോളവും ഉണ്ട് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് 2 കോളം ക്യാഷ് ബുക്ക് എന്നാണ്. അപ്പൊ ഈ ബാങ്ക് കോളം എന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൌണ്ടും ക്യാഷ് കോളം എന്ന് പറയുന്ന ക്യാഷ് അക്കൌണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു, അത് ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഒരു അക്കൌണ്ടായി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. 2 എമൗണ്ട് കോളം കൊടുത്തന്നേ ഉള്ളു. ഇവിടെ ഒരു ബിസിനസ്മാന് ബാങ്കിൽ അക്കൌണ്ട് കാണും. സാധാരണ കേസിൽ ഒരു ബിസിനസ്മാന് സാധാരണ കാണുന്ന അക്കൌണ്ട് കറണ്ട് അക്കൌണ്ടാണ്. ഒരു ബിസിനസ്മാൻ ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൌണ്ട് എന്ന് പറയുന്ന കറണ്ട് അക്കൌണ്ടാണ്. എന്താ ഈ കറണ്ട് അക്കൌണ്ട് പ്രത്യേകത? നമുക്ക് സാധാരണക്കാർക്ക് അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സുകാർക്ക് മാത്രമേ അക്കൌണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു റെസ്ട്രിക്ഷനുമില്ല. ഇപ്പൊ നമ്മൾ 10 മണിക്ക് ബാങ്കിൽ പൈസ കൊണ്ടുവന്ന് 5 ലക്ഷം രൂപ ഇട്ടു, 10 1 വീണ്ടും 5 ലക്ഷം രൂപ ഇട്ടു, 10 2 വീണ്ടും 5 ലക്ഷം രൂപ ഇട്ടു. അങ്ങനെ ഇത് വിത്ഡ്രാ ചെയ്യുന്ന കാര്യത്തില്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യത്തില് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത അക്കൌണ്ടാണ് കറണ്ട് അക്കൌണ്ട് എന്ന് പറയുന്നത്. മാത്രമല്ല കറണ്ട് അക്കൌണ്ട് ഹോൾഡേഴ്സിന് ബാങ്ക് ചില ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്, ക്യാഷ് ക്രെഡിറ്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ബാങ്കിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൌണ്ട് കറണ്ട് അക്കൌണ്ടാണ് ബിസിനസ്മാൻമാർ.
അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ്സിനകത്ത് ഒരു ബിസിനസ്മാൻ എപ്പോഴൊക്കെ ബാങ്കിൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ക്യാഷ് ബുക്കിൽ ഇത് റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പൊ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. അതേസമയം ഇത് ബാങ്കിലാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ ബാങ്കിൽ പാസ്ബുക്കിൽ ബാങ്കാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബിസിനസ്മാൻ നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും എന്ത് ചെയ്യുന്ന ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യും, ക്യാഷ് വിഡ്രാ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴൊക്കെ ബാങ്കിൽ പൈസ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമോ അപ്പോഴൊക്കെ ക്യാഷ് ബുക്കിൽ ട്രേഡർ എഴുതും, അതുപോലെ തന്നെ പാസ്ബുക്കിൽ ബാങ്ക് എഴുതും. എപ്പോഴൊക്കെയാണോ അതിൽ നിന്ന് വിഡ്രാ ചെയ്യുന്നത് അപ്പോഴൊക്കെ ബാങ്ക് പാസ്ബുക്കിൽ എഴുതും, അതേസമയം ഈ ട്രേഡർ തന്റെ ക്യാഷ് ബുക്കിൽ എഴുതും. പക്ഷെ ഇത് ന്യൂമറസ് ടൈം ഒരു ദിവസം അങ്ങനെ ആവർത്തിക്കുമല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ഈ ക്യാഷ് ബുക്കിൽ എഴുതാൻ ട്രേഡർ വിട്ടുപോകാം, അതുപോലെ തന്നെ പാസ്ബുക്കിൽ എഴുതാൻ ബാങ്ക് വിട്ടുപോകാം. അങ്ങനെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും എഴുതാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തങ്ങളിൽ വ്യത്യാസം വരാം. അങ്ങനെ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും വ്യത്യാസം വരുന്ന സാഹചര്യം വന്നാൽ ട്രേഡർ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. ട്രയൽ ബാലൻസിൽ അതും പ്രിപ്പയർ ചെയ്യും. എന്താണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്? അപ്പൊ ഈ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ എ കസ്റ്റമർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയുടെ ഒരു പോയിന്റ് ആണ്. ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കസ്റ്റമറാണ്. അപ്പൊ ഈ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്ന? ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ എ കസ്റ്റമർ ടു ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തങ്ങളിൽ എമൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നാൽ ആ ഡിഫറൻസിന്റെ കാരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ട്രേഡർ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ബൈ എ കസ്റ്റമർ ഓർ എ ട്രേഡർ ടു ഫൈൻഡ് ഔട്ട് ദ കോസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകളിലെ വ്യത്യാസം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ്, ഒരു ക്യാഷ് ബുക്ക് ഓൾവേസ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്, അതേസമയം പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. A cash book always shows a debit balance, a passbook always shows a credit balance. ഇനി പാസ്ബുക്കിൽ എപ്പോഴെങ്കിലും ഡെബിറ്റ് ബാലൻസ് വന്നാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ക്യാഷ് ബുക്കിൽ എപ്പോഴെങ്കിലും ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ശരിയല്ലേ? ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം ക്രെഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാങ്ക് എഴുതാൻ വിട്ടുപോകുകയോ എന്തെങ്കിലും ചെയ്യുന്ന പല കാരണങ്ങൾ കൊണ്ട് ഈ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസുകളിൽ എന്തെങ്കിലും വ്യതിയാനം വന്നാൽ ആ വ്യതിയാനത്തിന്റെ കാരണം കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് പരീക്ഷയെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. അത് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു ബുക്ക് കീപ്പർ വളരെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു ട്രയൽ ബാലൻസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ വെച്ചൊരു ബുക്ക് കീപ്പർ വർക്ക് അവസാനിക്കുന്നു, ഒരു അക്കൗണ്ടന്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. വെൻ അക്കൗണ്ടിംഗ് സ്റ്റാർട്ട്, വെൻ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. അതൊരു മറ്റു ക്വസ്റ്റ്യൻ ആണ്. ബുക്ക് കീപ്പിംഗ് എൻഡ്സ് എവിടെയാണോ അവിടെ അക്കൗണ്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെൻ അക്കൗണ്ടിംഗ് വർക്ക് സ്റ്റാർട്ട്, വെൻ ബുക്ക് കീപ്പിംഗ് എൻഡ്സ് എന്ന. ഇനി ഒരു അക്കൗണ്ടന്റ് ജോലിയാണ് അടുത്ത കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ കേസിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു. ഇവിടെ ട്രാൻസാക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തു. ട്രേഡർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഇനി ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യൂരിയോസിറ്റിയാണുള്ളത്. നോക്കൂ, നമ്മൾ ഇത്രയായപ്പോഴത്തേക്കും നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഏകദേശം ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു സാധനം അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെറിയ ക്വസ്റ്റ്യനായിട്ട് വീണ്ടും അതിനകത്ത് ആഡ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാനത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന കറക്റ്റ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫൈനൽ അക്കൗണ്ടിന്റെ പ്രിപ്പറേഷൻ, ഫൈനൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു. ഇവിടെ നമുക്ക് അതും കൂടെ ചേർത്ത് റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഈ വീഡിയോയിൽ അതും കൂടെ ആഡ് ചെയ്യുന്നത്. കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യണം. 10-ാം തീയതി പരീക്ഷയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കേസാ. ഒരു അക്കൗണ്ടന്റ് തുടങ്ങുന്ന വർക്ക് ഇതാണ്. ഒരു ട്രേഡർ തന്റെ അക്കൗണ്ട്സുകളെല്ലാം വളരെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രണ്ട് ക്യൂരിയോസിറ്റി ഉണ്ട്. രണ്ട് കാര്യങ്ങൾ അറിയാൻ വളരെയേറെ വ്യഗ്രതയുണ്ട്. അതേതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, വാട്ട് വാസ് ഹിസ് ട്രേഡിംഗ് റിസൾട്ട് ആൻഡ് വാട്ട് വിൽ ബി ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ഹിസ് ബിസിനസ്. അദ്ദേഹത്തിന് രണ്ട് കാര്യങ്ങൾ അറിയാൻ വളരെയേറെ താല്പര്യമുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ റിസൾട്ട്, എന്താണ് അദ്ദേഹത്തിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി എന്താണ്. ഈ രണ്ട് കാര്യങ്ങൾ അറിയാൻ അദ്ദേഹത്തിന് വ്യഗ്രതയുണ്ട്.
അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അദ്ദേഹം എന്താ ചെയ്ത, അയാൾക്ക് റിസൾട്ടാണ് അറിയണം, ട്രേഡർക്ക് തന്റെ റിസൾട്ടാണ് അറിയണം എന്നിരിക്കട്ടെ. ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ് ഹി ഹാസ് ടു പ്രിപ്പയർ ദ ഇൻകം സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹത്തിന് തന്റെ റിസൾട്ടാണ് അറിയേണ്ടെങ്കിൽ അദ്ദേഹം ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ പൊസിഷനാണ് അറിയേണ്ടെങ്കിൽ ഹി ഹാസ് ടു പ്രിപ്പയർ ദ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. അവിടെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അപ്പൊ അവിടെ ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന മെത്തേഡ്. ഇവിടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ടെക്നിക്കലായി പറയുന്ന രണ്ട് പേരുകളുണ്ട്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ട്, മറ്റൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് അതർവൈസ് കാൾഡ് ബാലൻസ് ഷീറ്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിളിക്കുന്ന പേര് ബാലൻസ് ഷീറ്റ് എന്നാണ്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടായി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടായി, ബാലൻസ് ഷീറ്റായി. അപ്പൊ ഈ മൂന്നെണ്ണത്തിനെയും കൂടെ ചേർന്ന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കൺസേൺ. ഇതിനെയാണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഫൈനൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, രണ്ട് അക്കൗണ്ടുകളും ഒരു സ്റ്റേറ്റ്മെന്റുമാണ്. ആരാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചാൽ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡറാണ്. ഇത് എന്നാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഒരു പീരീഡിന്റെ അവസാനമാണ്. എന്തിനു വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിച്ചാൽ റിസൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പൊസിഷൻ മനസ്സിലാക്കാനുമാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ വാട്ട് യു മീൻ ബൈ ഫൈനൽ അക്കൗണ്ട് ഓർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ദ അക്കൗണ്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് prepared by a trader at the end of a financial period to find out the result of trading as well as the financial position of the business. ഒരു ബിസിനസിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാൻ, ഒരു ബിസിനസിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് രണ്ട് അക്കൗണ്ടുകളും ഒരു സ്റ്റേറ്റ്മെന്റും ഒരു പീരീഡിന്റെ അവസാനം ട്രേഡർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ഫൈനൽ അക്കൗണ്ട് എന്നാണ്. അപ്പൊ ഇതാണ് ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫൈനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ അക്കൗണ്ടുകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ഒന്നാമത്തെ അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടാണ്. എന്താണ് ഈ ട്രേഡിംഗ് അക്കൗണ്ട്? വാട്ട് യു മീൻ ബൈ ട്രേഡിംഗ് അക്കൗണ്ട്? എ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. A trading account is an account which is prepared to find out the gross profit of the business. ഒരു ബിസിനസിന്റെ ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് ട്രേഡിംഗ് അക്കൗണ്ട് എന്നാ. അപ്പൊ ചോദ്യം, എന്താണ് ഈ ഗ്രോസ് പ്രോഫിറ്റ്? നമുക്കറിയാം, ഞാൻ ഒരു പേന മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് 10 രൂപ ചെലവായി. ഈ 10 രൂപ ചെലവായ ഈ പേനയ്ക്ക് ഞാൻ 15 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ വിറ്റ വില എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ് 15 രൂപ. എന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ എന്റെ ചെലവെന്ന് പറയുന്നത്, ഉൽപാദന ചെലവെന്ന് പറയുന്നത് 10 രൂപ. ഇത് തങ്ങളുടെ ഡിഫറൻസിനെ വിളിക്കുന്ന പേര് ഗ്രോസ് പ്രോഫിറ്റാണ്. അപ്പൊ 15 രൂപ എന്ന് പറയുന്ന സെല്ലിംഗ് പ്രൈസും 10 രൂപ എന്ന് പറയുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തങ്ങളുടെ ഡിഫറൻസിനെ വിളിക്കുന്ന പേര് അതിന്റെ പ്രോഫിറ്റ് എന്നാണ്. അതിനെ വിളിക്കുന്ന പേര് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ സെയിൽസ് കൂടുതലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറവുമാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, തിരിച്ചാണെങ്കിൽ അത് ഗ്രോസ് ലോസ് ആണ്. അപ്പൊ ഈ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഞാൻ ഈ പറഞ്ഞത്, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ എന്താണ് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്? അത് നമുക്കറിയാം, ഒരു ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ചെലവുകളെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി മെറ്റീരിയൽസ് വേണം, അപ്പൊ റോ മെറ്റീരിയൽസ് വേണം. അതുപോലെ തന്നെ നേരത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതവിടെ കാണുമല്ലോ. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. പിന്നെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു, പർച്ചേസ്, പിന്നെ അതിന്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്കിനോടൊപ്പം പർച്ചേസ് കൂട്ടി ഡയറക്റ്റ് എക്സ്പെൻസ് കൂടെ കൂട്ടി വരുന്നതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. നമുക്കൊരു ചായക്കടയുടെ കേസ് എടുക്കാം. നമ്മൾ ഇന്ന് ഒരു 1000 ദോശയാണ് ഇന്ന് നമുക്ക് ചായക്കടയിലേക്ക് വേണ്ടതെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അതിൽ നമ്മൾ ഇന്നലെ കടയടച്ചപ്പോഴത്തേ അവിടെ ഒരു 200 ദോശ ഇരിപ്പുണ്ട്. ഇന്ന് കട തുറന്നപ്പോൾ അത് അവിടെ ഉണ്ട്. അപ്പൊ അത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, കേടായില്ല, ഇന്നത് വിൽക്കാം എന്ന് പറയുന്ന സാഹചര്യത്തിൽ 1000 ദോശയിൽ 200 ദോശ ഓപ്പണിംഗ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അത് ഇന്നലത്തെ ചെലവാണ്. അതിന്റെ കൂടെ 800 ദോശ ഉണ്ടാക്കാനുള്ള പർച്ചേസ് മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി. എന്നിട്ട് അതിന് ഡയറക്റ്റ് ആയിട്ട് വേജസ് കൊടുത്തെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്ത് ദോശയാക്കാൻ പറ്റുള്ളല്ലോ. അപ്പൊ അതിനുവേണ്ടി വേജസ് കൊടുത്തു. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി വിൽക്കാതിരിക്കുന്ന എത്രയുണ്ടോ ക്ലോസിംഗ് സ്റ്റോക്ക് അത് കുറച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും സെയിൽസും തങ്ങളിൽ കമ്പയർ ചെയ്താൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ആ ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേര് ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. അപ്പൊ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മനസ്സിലായി. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പൊ എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസിന്റെ നെറ്റ് പ്രോഫിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്.
ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എന്താണ് ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. ഒരു ബിസിനസിന്റെ നെറ്റ് റിസൾട്ടിനെ വിളിക്കുന്ന പേര് നെറ്റ് പ്രോഫിറ്റ് എന്നാണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ്. ഇൻകവും എക്സ്പെൻസും തങ്ങളുടെ വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് ഈ നെറ്റ് പ്രോഫിറ്റ്. ഇൻകം കൂടിയിരിക്കുന്നു, എക്സ്പെൻസ് കുറഞ്ഞിരുന്നാൽ നെറ്റ് പ്രോഫിറ്റ്, തിരിച്ചു വന്നാൽ നെറ്റ് ലോസ്. അപ്പൊ ഇവിടെ നമുക്കറിയാലോ എന്താണ് ഈ പറഞ്ഞ ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും തങ്ങളുടെ വ്യത്യാസം. ഒരു സാധനം നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പം അതിന്റെ ഉൽപാദന ചെലവും സെയിൽസ് നിങ്ങളുടെ വ്യത്യാസമാണ് ഗ്രോസ് പ്രോഫിറ്റ്. പക്ഷേ ഇത് വിൽക്കണമെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരും. നമ്മൾ സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നതിന്റെ കോസ്റ്റും അത് വിൽക്കാനുള്ള വിൽപ്പനയുടെ പ്രൈസും നിങ്ങളുടെ വ്യത്യാസമാണ് ഗ്രോസ് പ്രോഫിറ്റ്. അത് അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. പക്ഷേ ഇത് വിൽക്കണമെങ്കിൽ നമുക്ക് ഇനിയും കുറെ ചെലവുകളുണ്ട്. ഓഫീസ് വേണം, കറണ്ട് വേണം, സ്റ്റാഫ് വേണം, സാലറി വേണം, വേജസ് വേണം, റെന്റ് വേണം. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനെ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ വേണം സെയിൽസിന്. അപ്പൊ അവിടെയും കുറെ ചെലവുകളുണ്ട്. അപ്പൊ ഈ കിട്ടിയ ഗ്രോസ് പ്രോഫിറ്റ് യഥാർത്ഥ പ്രോഫിറ്റ് ആണോ? അല്ല. അപ്പൊ ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ കുറച്ച് കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് യഥാർത്ഥ പ്രോഫിറ്റ്. ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. ഇനി അതിൽ നിന്ന് നമുക്ക് ഒന്നും കുറയ്ക്കാനില്ല. യഥാർത്ഥ പ്രോഫിറ്റ് എന്ന് പറയുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കുറച്ച് കിട്ടുന്ന ആ എമൗണ്ടിനെ വിളിക്കുന്ന പേര് നെറ്റ് പ്രോഫിറ്റ് എന്നാണ്. നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ട്രേഡിംഗ്. അത് കണ്ടുപിടിക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ട് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി. അപ്പൊ രണ്ട് അക്കൗണ്ടുകൾ മനസ്സിലായി, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ട്. ഇനി നമുക്കറിയേണ്ടത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു അക്കൗണ്ട് അല്ല, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ എന്താണ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്? ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് വാട്ട്? അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഒരു ബിസിനസിന്റെ അസറ്റുകളുടെയും ലയബിലിറ്റിയുടെയും സ്റ്റേറ്റ്മെന്റ് വിളിക്കുന്ന പേരാണ് ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് പ്രിപ്പയർഡ് ടു അസർടൈൻ ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ അഥവാ സാമ്പത്തിക ഭദ്രത എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ട്രേഡർ പ്രിപ്പയർ ചെയ്യുന്ന അസറ്റുകളുടെയും ലയബിലിറ്റിയുടെയും സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേര് ബാലൻസ് ഷീറ്റ് എന്നാണ്. സോ ബാലൻസ് ഷീറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓഫ് assets and liabilities prepared to ascertain the financial position of the business. അങ്ങനെ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് അതിന്റേതായ ചില രീതികളുണ്ട്. ബാലൻസ് ഷീറ്റ് നമുക്ക് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അതേതൊക്കെ രണ്ട് രീതി? ഒന്ന് പെർമനൻസി ഫോമും മറ്റൊന്ന് ലിക്വിഡിറ്റി ഫോം. അതാണ് രണ്ട് ഫോം എന്ന് പറയുന്നത്, പെർമനൻസി ഫോം ആൻഡ് ലിക്വിഡിറ്റി ഫോം. എന്താണ് ഈ പെർമനൻസി ഫോം എന്ന് പറയുന്നത്? നമ്മൾ ബാലൻസ് ഷീറ്റ് എഴുതുന്ന സമയത്ത് ഫിക്സഡ് അസറ്റുകളാണ് ആദ്യം എഴുതുന്നത്. ഞാൻ നേരത്തെ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും പഠിപ്പിച്ചിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വെൻ ഫിക്സഡ് അസറ്റ്സ് ആർ ടേക്കൺ ഫസ്റ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനകത്ത് ഫിക്സഡ് അസറ്റുകളാണ് ആദ്യം നമ്മൾ എടുക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. ദാറ്റ് ഈസ് പെർമനൻസി ഫോം. ഇനി ബാലൻസ് ഷീറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ കറണ്ട് അസറ്റ് ആണ് ആദ്യം എഴുതുന്നു, പിന്നെയാണ് ഫിക്സഡ് അസറ്റ് എഴുതുന്നിരിക്കട്ടെ. അങ്ങനെ കറണ്ട് അസറ്റ് ആണ് ആദ്യം എടുക്കുന്നെങ്കിൽ ലിക്വിഡിറ്റി ഫോം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ബാലൻസ് ഷീറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ ടു വേസ്, പെർമനൻസി ഫോം ആൻഡ് ലിക്വിഡിറ്റി ഫോം. When fixed assets are taken in the balance sheet first, it is called permanency form. When current assets are taken first in the balance sheet, it is called liquidity form. അത് നമ്മൾ ലിക്വിഡിറ്റി ഫോം എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ബാലൻസ് ഷീറ്റ് രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ബാലൻസ് ഷീറ്റ് അസറ്റുകളും ലയബിലിറ്റീസും എടുത്തെഴുതുന്നതിന് ഒരു പ്രയോറിറ്റി ഉണ്ട്. വെറുതെ നമുക്ക് എഴുതാൻ പറ്റില്ല. അതിന്റെ ഒരു ഓർഡർ ഉണ്ട്. ദ ഓർഡർ ഇൻ വിച്ച് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ടേക്കൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ് ടെക്നിക്കലി കോൾഡ് ഇറ്റ് ആസ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. പരീക്ഷ ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ. എന്താ നമ്മൾ പറഞ്ഞേക്കുന്ന? ബാലൻസ് ഷീറ്റിലേക്ക് അസറ്റുകളും ലയബിലിറ്റീസും പറക്കി നിരത്തുന്ന ആ രീതിയെ വിളിക്കുന്ന പേരാണ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആക്ച്വലി ആ വാക്ക് വന്നത് പട്ടാളത്തിൽ നിന്നാണ്, മിലിറ്ററി സർവീസിൽ നിന്നാണ്. അവിടെ റാങ്ക് അനുസരിച്ചാണ് സോൾജിയേഴ്സിനെയും അല്ലെങ്കിൽ ഓഫീസേഴ്സിനെയൊക്കെ നിർത്തുന്നത്. അതുപോലെയാണ് ഇവിടെയും അസറ്റിന്റെ റാങ്ക് അനുസരിച്ചാണ് ബാലൻസ് ഷീറ്റിൽ ഇത് പറക്കി എഴുതുന്നതെങ്കിൽ നിരത്തുന്നതെങ്കിൽ ആ പ്രയോറിറ്റി നമ്മൾ വിളിക്കുന്ന പേര് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്നാണ്. അങ്ങനെ നമുക്ക് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് ഏകദേശം ഒരു പിക്ചർ കിട്ടി. ഇപ്പൊ നമുക്ക് ഫൈനൽ അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എന്ത് കിട്ടി? ഇതിനകത്തുള്ള ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് എന്താണ്. അപ്പൊ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷനെ സഹായിക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് ഇവിടെ വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ഉദാഹരണത്തിന് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്, ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം പർച്ചേസ്, വേജസ്, ക്യാരേജ് ഇൻവേർഡ്സ്. അതുകൂടാതെ റോയൽറ്റി ഉണ്ടെങ്കിൽ ആ റോയൽറ്റിയും നമുക്ക് വരും, ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. അപ്പൊ അതൊക്കെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. ഇനി ക്യാരേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ടാണ്. ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. എന്താ പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമെന്നുള്ളത് കൊണ്ടാണ് അത് മാത്രം എടുത്ത് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്.
അപ്പൊ റോയൽറ്റി നമുക്ക് അവിടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്യാരേജ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടാണ്. ക്യാരേജ് ഔട്ട്വേഴ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റും ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. ഇതാണ് അതിന്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഈ ബാലൻസ് ഷീറ്റ് ഇങ്ങനെയുള്ള ഒരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമുക്കൊരു ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രയൽ ബാലൻസ് വേണം. എന്താ ട്രയൽ ബാലൻസ്? നേരത്തെ നമ്മൾ പറഞ്ഞു അക്കൗണ്ടുകളുടെ ബാലൻസ് ആണ്. എന്തെല്ലാം പ്രോസസ് നമ്മൾ കഴിഞ്ഞാൽ ജേർണലൈസ് ചെയ്തു, പോസ്റ്റ് ചെയ്തു, ബാലൻസ് ചെയ്തു. ആ ബാലൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രയൽ ബാലൻസ് എഴുതി. മിസ്റ്റേക്കുകളൊന്നും ആ മിസ്റ്റേക്കുകളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്തു. ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതി. അപ്പൊ അതെല്ലാം ചെയ്തതിനു ശേഷം കിട്ടിയ ബാലൻസ് കൊണ്ട് ഇവിടെ നമ്മൾ ഫൈനൽ അക്കൗണ്ട് എഴുതാൻ വേണ്ടി ട്രയൽ ബാലൻസ് റെഡിയാണ്. അപ്പൊ ഈ ട്രയൽ ബാലൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് എഴുതുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചില ഐറ്റംസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതല്ലെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രമാണ് ചില ഐറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ്. അഡ്ജസ്റ്റ്മെന്റ്. ഉദാഹരണത്തിന് നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ അത് കഴിഞ്ഞാലും നമുക്ക് സെയിൽസ് നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്, വിൽക്കാതിരിക്കുന്ന സ്റ്റോക്ക് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ആ ഡേറ്റിൽ. ആ ഡേറ്റിന്റെ അവസാന നിമിഷം മാത്രമേ നമുക്ക് സ്റ്റോക്ക് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റൂ. അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് മിക്കവാറും ഈ ട്രയൽ ബാലൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ട്രയൽ ബാലൻസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയാത്ത ഏതെങ്കിലും ഐറ്റമോ അതല്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ വിട്ടുപോയിട്ടുള്ള ഏതെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ ആ ഐറ്റം എല്ലാം നമുക്ക് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി തന്നിരിക്കും. അങ്ങനെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം, രണ്ട് ഇൻപുട്ടുകൾ നമുക്ക് വേണം. ഒന്ന്, ഒരു ട്രയൽ ബാലൻസും വേണം, പിന്നെ കുറെ അഡ്ജസ്റ്റ്മെന്റുകളും വേണം. ഇങ്ങനെ ഒരു ട്രയൽ ബാലൻസും കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളും തന്നാൽ എങ്ങനെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും? അത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു റൂൾ നമ്മൾ എടുത്തു. ട്രയൽ ബാലൻസിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞാണ്. അപ്പോൾ നേരിട്ടങ്ങ് എടുത്താൽ മാത്രം മതി ട്രയൽ ബാലൻസിൽ. ഉദാഹരണത്തിന് ട്രയൽ ബാലൻസ് നമുക്ക് സാലറി എന്ന് പറയുന്ന ഐറ്റം തന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ടിയെടുക്കാം. ട്രയൽ ബാലൻസ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റം തന്നു, നേരെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാം. ട്രയൽ ബാലൻസിൽ നമുക്ക് പർച്ചേസ് എന്ന് പറയുന്ന ഐറ്റം തന്നു, ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കാം. അപ്പൊ അതൊക്കെ നമുക്ക് നേരിട്ടെടുക്കാം. പക്ഷേ ഈ ട്രയൽ ബാലൻസിൽ വിട്ടുപോയിട്ടുള്ള ഐറ്റം അഡ്ജസ്റ്റ്മെന്റിൽ തന്നാൽ ആ ഐറ്റം നമുക്ക് ആദ്യമേ ട്രയൽ ബാലൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഇവിടെ നമുക്ക് ട്രയൽ ബാലൻസ് വേണ്ടല്ലോ, ഫൈനൽ അക്കൗണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ എന്താ? ട്രയൽ ബാലൻസിൽ ഈ ഐറ്റം ഇൻക്ലൂഡ് ചെയ്ത് ഫൈനൽ അക്കൗണ്ട് എഴുതുന്നതിന് പകരം ഫൈനൽ അക്കൗണ്ടിനകത്ത് ഈ അഡ്ജസ്റ്റ്മെന്റ് എവിടെയെങ്കിലും രണ്ട് സ്ഥലത്തെടുത്താൽ മതി. ഈ എവിടെയെങ്കിലും രണ്ട് സ്ഥലം എന്നുള്ളത് ഞാൻ പിന്നെ പറയും. അപ്പൊ അങ്ങനെ രണ്ട് സ്ഥലത്തെടുത്താൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പൊ അഡ്ജസ്റ്റ്മെന്റുകൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഡിഫറന്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഫൈനൽ അക്കൗണ്ടിൽ. അതിലേതൊക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ ഒരു 10-14 അഡ്ജസ്റ്റ്മെന്റുകൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. അപ്പൊ എന്താണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിൽ അല്ലെ നമ്മൾ പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനത്തിന്റെ ഒരു ഭാഗം വിൽക്കാതിരിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് എന്താ? അൺസോൾഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാ. എ പാർട്ട് ഓഫ് ദ ഗുഡ്സ് വിച്ച് റിമെയിൻ അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്. ആ പീരീഡിന്റെ അവസാനം മൊത്തം ഗുഡ്സിന്റെ ഒരു ഭാഗം വിൽക്കാതിരുന്നാൽ അതിനെ വിളിക്കുന്ന പേര് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ്. അപ്പൊ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം ട്രയൽ ബാലൻസിൽ തരാം, അഡ്ജസ്റ്റ്മെന്റിൽ തരാം. ട്രയൽ ബാലൻസിൽ വന്നാൽ ഒരു സ്ഥലത്തേ വരൂ, അഡ്ജസ്റ്റ്മെന്റിൽ തന്നാൽ രണ്ട് സ്ഥലത്ത് വരും. അപ്പൊ ട്രയൽ ബാലൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതെന്ത് ചെയ്യും? ഇത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എടുക്കും. ട്രയൽ ബാലൻസിൽ വന്നാൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എടുക്കും. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിലാണ് വരുന്നതെങ്കിൽ രണ്ട് സ്ഥലത്തെടുക്കും. അപ്പൊ രണ്ട് സ്ഥലത്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ വരും? ഇത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. കാരണം അത് ഇൻകമാണ്. ഇപ്പൊ വിറ്റില്ലെങ്കിലും എപ്പോഴായാലും അത് വിൽക്കും. അതുകൊണ്ട് അത് ആ അസംഷനുള്ള ഇൻകമാണ്. അതുകൊണ്ട് അത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരും. ഒപ്പം തന്നെ ഇത് നമ്മളെ കയ്യിലിരിക്കുന്ന ആസ്തിയാണ്, അസറ്റാണ്. അതുകൊണ്ട് ഇത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ വരും. അപ്പൊ ഈ രണ്ട് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഇഫ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. If the closing stock is given in adjustments, it should be taken on the credit side of the trading account and asset side of the balance sheet. ഇതാണ് അതിന്റെ കേസ്. ഏതൊരു അഡ്ജസ്റ്റ്മെന്റ് എടുക്കുന്നതിനും അതിന് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി ഉണ്ട്. ആ ജേണൽ എൻട്രി മുഖാന്തരമേ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ അതിന്റെ അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി എന്ന് പറയുന്ന ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ട്രേഡിംഗ് അക്കൗണ്ടാണ്. നമുക്കൊരു എൻട്രി പഠിക്കാണ്ടല്ലോ, അഡ്ജസ്റ്റിംഗ് എൻട്രി. ഞാൻ റെക്ടിഫിക്കേഷൻ എൻട്രി പറഞ്ഞു. ഇപ്പം നമുക്കൊരു അഡ്ജസ്റ്റിംഗ് എൻട്രി ഉണ്ട്. അപ്പൊ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ട്രാൻസാക്ഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻട്രി വിളിക്കുന്ന പേര് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്നാണ്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വിട്ടുപോയി, അത് അക്കൗണ്ടിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നാ. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി എഴുതി അത് അതിനകത്തേക്ക് കൊണ്ടുവന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയി.
ഇനി നമുക്ക് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസും അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകവും അതൊരുമിച്ച് നമുക്ക് പറയാം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറയും, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്ന് പറയത്തില്ല, പകരം അക്രൂഡ് ഇൻകം. അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്ന് പറഞ്ഞു. എന്താ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസാ? നിങ്ങൾ നോക്കൂ, ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ, നമ്മൾ അങ്ങോട്ട് എക്സ്പെൻസ് കൊടുക്കാറുണ്ട്. സാലറി കൊടുത്തു, അപ്പൊ സാലറി കൊടുക്കുന്നത് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. സാലറി കൊടുക്കുന്നത് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം സാലറി കൊടുത്തു, അപ്പൊ സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. പക്ഷെ ഇവിടെ എന്താ സംഭവം, ഒരാൾക്ക് സാലറി കൊടുക്കാനുണ്ട്, സാലറി 5000 രൂപയാണ് കൊടുക്കാനുള്ളത്, നമ്മൾ 4000 രൂപ മാത്രമേ കൊടുത്തോളൂ, 1000 രൂപ കൊടുത്തില്ല, കൊടുക്കാനുണ്ട്. സമയമായി പക്ഷേ കൊടുത്തില്ല, കൊടുക്കേണ്ട സമയമായി നമ്മൾ കൊടുത്തില്ല. അതാണ് ബിസിനസിന്റെ കേസ്. നമ്മളെന്ന് ഉദ്ദേശിക്കുന്ന ബിസിനസ്സാ. അപ്പൊ ബിസിനസ് 5000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 4000 രൂപ സാലറി കൊടുത്തു, ഇനി 1000 രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തില്ല. അപ്പൊ കൊടുത്ത 4000 ട്രയൽ ബാലൻസിൽ കാണും, കൊടുക്കാനുള്ള 1000 രൂപ എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെന്റിൽ കാണും. അപ്പൊ കൊടുക്കാനുള്ളതെല്ലാം അഡ്ജസ്റ്റ്മെന്റിൽ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് സംഭവിക്കും, നമ്മളോട് ഈ വർഷത്തെ എക്സ്പെൻസ് എത്രയെന്ന് ചോദിച്ചാലോ 4000 അല്ലേ നമ്മൾ കൊടുത്തോളൂ, 1000 രൂപ കൊടുക്കാനുണ്ട്, പക്ഷേ ടോട്ടൽ എക്സ്പെൻസ് 5000 ആണ്. ടോട്ടൽ എക്സ്പെൻസ് 5000 ആണ്. ടോട്ടൽ എക്സ്പെൻസ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസുകളിലോ എഴുതിയെങ്കിൽ മാത്രമല്ലേ കറക്റ്റ് റിസൾട്ട് കിട്ടൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൊടുത്തതിനോടൊപ്പം കൊടുക്കാനുള്ള കൂട്ടം, കൊടുത്തതിനോടൊപ്പം കൊടുക്കാനുള്ളത് കൂട്ടും. അപ്പൊ 4000 രൂപ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് 1000 രൂപയും കൂടെ ചേർത്ത് 5000 രൂപ ഔട്ടർ കോളത്തിൽ എഴുതും. അപ്പൊ 5000 രൂപയാണ് യഥാർത്ഥ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സാലറിയോടൊപ്പം നമ്മൾ കൂട്ടുകയാണ്, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് കൂട്ടുകയാണ്. അപ്പൊ എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, എക്സ്പെൻസ് കൊടുക്കേണ്ട സമയമായി പക്ഷേ നമ്മൾ കൊടുത്തില്ല. എക്സ്പെൻസ് കൊടുക്കാനുള്ള സമയമായി നമ്മൾ എക്സ്പെൻസ് കൊടുത്തില്ല, അതിനെ വിളിക്കുന്ന പേര് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നാണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ആഡഡ് അലോങ് വിത്ത് കൺസേൺഡ് എക്സ്പെൻസ്, അതാത് എക്സ്പെൻസിനോടൊപ്പം കൂട്ടും. പക്ഷേ ഇത് കൊടുത്തില്ലല്ലോ, ഒരു ട്രീറ്റ്മെന്റ് അല്ലേ, 2 ട്രീറ്റ്മെന്റ് വേണ്ടേ, ഇത് കൊടുത്തില്ലല്ലോ, എപ്പോഴായാലും ഇത് കൊടുത്തേ പറ്റൂ, ഇതൊരു ബാധ്യതയല്ലേ. അപ്പൊ അതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അപ്പൊ അതാത് എക്സ്പെൻസിനോടൊപ്പം കൂട്ടി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. അപ്പൊ അത് ക്ലിയർ ആയി. എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ഈസ് കാൾഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. അത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, 2 ട്രീറ്റ്മെന്റ് ഉണ്ട്, ആഡഡ് അലോങ് വിത്ത് കൺസേൺഡ് എക്സ്പെൻസ്, ദെൻ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. അതാണ് ഒരു കേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ജേണൽ എൻട്രി ഉണ്ട്. ഇവിടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്, കൂട്ടാൻ വീണ്ടും ഡെബിറ്റ് ചെയ്യണം. അപ്പൊ അവിടെ ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി ഉണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്. എക്സ്പെൻസ് അക്കൗണ്ട് അറ്റ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ജേണൽ എൻട്രി, അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രിയിലൂടെയാണ് ഇത് അക്കൗണ്ടിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ലയബിലിറ്റിയാണ്, പരീക്ഷയിൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. ഇനി അതേ സ്ഥാനത്ത് ഇൻകം ആണെന്നിരിക്കട്ടെ, ഇൻകം ആണെങ്കിൽ ബിസിനസ്സിന് കിട്ടുന്ന സാധനമാണല്ലോ. ഇൻകം കിട്ടുന്ന കേസിലും നമുക്കങ്ങ് പറയാം, നമുക്ക് റെന്റ് റിസീവ്ഡ്, റെന്റ് കിട്ടേണ്ട സമയമായി 5000 കിട്ടണം, പക്ഷെ 4000 കിട്ടിയുള്ളൂ. അപ്പൊ കിട്ടിയ 4000 രൂപ ഇവിടെ കാണും, ട്രയൽ ബാലൻസിൽ കാണും, കിട്ടാനുള്ള 1000 രൂപ അഡ്ജസ്റ്റ്മെന്റിൽ കാണും. അപ്പൊ യഥാർത്ഥ ഇൻകം എന്ന് പറയുന്ന 5000 ആണല്ലോ. അതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻകം സൈഡിൽ നമ്മൾ ഇന്നർ കോളത്തിൽ 4000 റെന്റ് എഴുതിയിട്ട് ആഡ് അക്രൂഡ് എന്ന് എഴുതും, ഔട്ട്സ്റ്റാൻഡിംഗിന് പകരം അക്രൂഡ്. അപ്പൊ 5000 രൂപ അവിടെ കാണിക്കും, ശരിയല്ലേ. അപ്പൊ ഇൻകം കിട്ടാനുള്ള സമയമായി കിട്ടിയില്ല, അക്രൂഡ് ഇൻകം. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, ഇവിടെ ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്. അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത്. അക്രൂഡ് ഇൻകം വന്നാൽ അതാത് ഇൻകത്തോടൊപ്പം കൂട്ടി, എന്നിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യും, നമുക്ക് എപ്പോഴായാലും കിട്ടേണ്ടതാണ്, അസറ്റാണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പൊ 2 ട്രീറ്റ്മെന്റ് അതാത് ഇൻകത്തോടൊപ്പം കൂട്ടി ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ അവിടെ അഡ്ജസ്റ്റിംഗ് എൻട്രി ഉണ്ട്, ഇൻകം ക്രെഡിറ്റ് ആണ്, കൂട്ടാൻ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഇൻകം അക്കൗണ്ട് അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റർ ഇൻകം എന്നാണ് ജേണൽ എൻട്രി. അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റർ ഇൻകം എന്ന ജേണൽ എൻട്രി. അപ്പൊ ഇതാണ് മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ്, അക്രൂഡ് ഇൻകം. അപ്പം ഇവിടെ 3 അഡ്ജസ്റ്റ്മെന്റ് ആയി, ക്ലോസിംഗ് സ്റ്റോക്ക് ആയി, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആയി, ദെൻ അക്രൂഡ് ഇൻകം ആയി. ഇനി 4ാമത്തെ ഐറ്റം എക്സ്പെൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. എന്താണ് ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്? എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, എക്സ്പെൻസ് നേരത്തെ കൊടുത്തു. എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് കാൾഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഏതെങ്കിലും ഒരു എക്സ്പെൻസ് നമ്മൾ നേരത്തെ കൊടുത്താൽ അതിനെ വിളിക്കുന്ന പേര് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നാണ്. അഡ്വാൻസ് കൊടുത്തിരിക്കുകയാണ്, എക്സ്പെൻസ് കൊടുക്കേണ്ട സമയമായില്ല, എക്സ്പെൻസ് പെയ്ഡ് ബട്ട് നോട്ട് ഡ്യൂ, കൊടുത്തു പക്ഷെ അതിന്റെ സമയമായില്ല, അതിന് നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്, എക്സ്പെൻസ് പ്രീപെയ്ഡ് എന്നാണ്. അങ്ങനെ എക്സ്പെൻസ് പ്രീപെയ്ഡ് വന്നാൽ മുമ്പേ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മുമ്പേ കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സമയമായില്ല, അതിന് മുമ്പേ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ 5000 രൂപ കൊടുത്തു, പക്ഷെ 1000 രൂപ അഡ്വാൻസ് ആണ്. അപ്പൊ യഥാർത്ഥ എക്സ്പെൻസ് എന്ന് പറയുന്ന 4000 ഉള്ളു. അപ്പൊ അതുകൊണ്ട് 5000-ൽ നിന്ന് പ്രീപെയ്ഡ് കുറയ്ക്കണം, പ്രീപെയ്ഡ് എക്സ്പെൻസ് വന്നാൽ കുറയ്ക്കണം, അതാത് ഐറ്റത്തിൽ നിന്ന് കുറയ്ക്കണം. പക്ഷേ ഇത് നമ്മൾ മുമ്പേ കൊടുത്തേക്കുന്നുണ്ട്, ഇത് അസറ്റ് അല്ലേ. അപ്പൊ ഇത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. അപ്പൊ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതാത് എക്സ്പെൻസിൽ നിന്ന് കുറയ്ക്കണം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം.
എക്സ്പെൻസ് കൊടുക്കേണ്ട സമയമായില്ല, പക്ഷേ കൊടുത്തു, അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ എക്സ്പെൻസ് എന്നാണ്. ജേണൽ എൻട്രി അഡ്ജസ്റ്റിംഗ് എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അറ്റർ എക്സ്പെൻസ് എന്നാണ് അതിന്റെ എൻട്രി. അപ്പം പ്രീപെയ്ഡ് എക്സ്പെൻസ് മനസ്സിലായി. അപ്പൊ നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ്. എന്നാൽ എക്സ്പെൻസിന്റെ സ്ഥാനത്ത് ആ ഇൻകം ആണെങ്കിലോ, ഇൻകം പ്രീപെയ്ഡ് എന്നല്ല പറയുന്നത്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നാണ്. അഡ്വാൻസ് ആയിട്ട് നമ്മൾ റിസീവ് ചെയ്തു, ഇൻകം കിട്ടേണ്ട സമയമായില്ല, പക്ഷെ റിസീവ് ചെയ്തു. ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഡ്യൂ, അതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻകം കിട്ടേണ്ട സമയമായില്ല, പക്ഷെ നേരത്തെ വാങ്ങിച്ചു വെച്ചേക്കാണ്. നമുക്ക് 5000 രൂപ തന്നു, പക്ഷെ 4000 മതി, നമുക്ക് 1000 രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചേക്കാണ്. അപ്പൊ അവിടെയും നമ്മൾ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കണ്ടേ? നമ്മൾ 4000 മതിയല്ലോ. അപ്പൊ 5000 നിന്ന് ആ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കുറച്ചു, 4000 ഓർഡർ കൊളത്തി എഴുതി. എന്നിട്ട് ഈ ഇൻകം അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. തീർച്ചയായും അത് ലൈബിലിറ്റിയാണ്. അതുകൊണ്ട് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് എ ലൈബിലിറ്റി. അത് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ നമ്മൾ കാണിക്കും. ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ കാണിച്ചു. അപ്പൊ അതും നമുക്ക് മനസ്സിലായി, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ കാണിച്ചു. അപ്പം നമുക്ക് 5 ഐറ്റമായി ഇവിടെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായല്ലോ. ഇവിടെ ഏതൊക്കെ പറഞ്ഞു? ഇൻകം എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ അതാത് എക്സ്പെൻസിൽ കൂട്ടി ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡ്. ഇൻകം അക്രൂഡ് എന്ന് പറയുമ്പോൾ അതാത് ഇൻകത്തിൽ കൂട്ടി ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ്. ഇൻകം റിസീവ്ഡിന് ഇൻകം പെയ്ഡ് ഇൻ അഡ്വാൻസ് അഥവാ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞപ്പോൾ അതാത് എക്സ്പെൻസിൽ കുറച്ചു ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞപ്പം അതാത് ഇൻകത്തിൽ നിന്ന് കുറച്ചു ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിച്ചു. ഇതാണ് നമ്മൾ 5 അഡ്ജസ്റ്റ്മെന്റ്. 6ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഡിപ്രീസിയേഷൻ ആണ്. അത് നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാറുണ്ട്, അവിടെ ഞാൻ വ്യക്തമായി പറയാം. എങ്കിലും അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന കുറവ് എന്ന് പറയുന്ന ഡിപ്രീസിയേഷൻ ആണ്. അങ്ങനെ അസറ്റിന്റെ വാല്യൂവിൽ എന്തെങ്കിലും കുറവുണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് പ്രോഫിറ്റ് കൃത്യമായി കിട്ടത്തില്ല. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ, അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ ഡിപ്രീസിയേഷൻ തന്നാൽ അതാത് അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് പ്രോഫിറ്റ് ആ ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി, ബാലൻസ് ഷീറ്റിന്റെ അസറ്റിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റിൽ തന്നാൽ അതാത് അസറ്റിന്റെ ഫിക്സഡ് പെർസെന്റേജ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ച് പ്രോഫിറ്റ് ആർ ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൽ അതാത് അസറ്റിൽ കുറച്ചെഴുതുകയും വേണം. ഇതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിപ്രീസിയേഷന്റെ ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് അസറ്റ് എന്നാണ്. ആൻഡ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് അസറ്റ് എന്നാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഡിപ്രീസിയേഷൻ. അപ്പൊ 6 അഡ്ജസ്റ്റ്മെന്റുകളായി. 7ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? ഒരു ട്രേഡർ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ ട്രേഡർ വേറെയാണ്, ബിസിനസ് വേറെയാണ്. അപ്പൊ ട്രേഡർ ആ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന് ഇൻട്രസ്റ്റ്, ട്രേഡർ കൊണ്ടുവന്ന ക്യാപിറ്റല് ബിസിനസ് ഉപയോഗിക്കുമ്പോൾ ബിസിനസ് ട്രേഡർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേര് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ്. അപ്പൊ തീർച്ചയായും അത് ബിസിനസിന് ചെലവാണ്. അതുകൊണ്ട് ചെലവായതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ അത് കാണിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്യാപിറ്റലിൽ കൂട്ടി അദ്ദേഹത്തിന് കൊടുക്കേണ്ട സമയമാകുമ്പോൾ കൊടുക്കണം. അപ്പൊ ക്യാപിറ്റൽ കൂട്ടണം. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിനോടൊപ്പം ഇത് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേണൽ എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ക്യാപിറ്റൽ എന്നാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ക്യാപിറ്റൽ എന്നാണ്. അതും നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്? ട്രേഡർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് അദ്ദേഹം ഒരു ഭാഗം സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോയാൽ ആ ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുത്തെങ്കിൽ എടുക്കുന്ന ഭാഗത്തിന് ഇങ്ങോട്ട് തരണം. അതിനെ വിളിക്കുന്ന പേര് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പൊ ട്രേഡർ എടുത്തുകൊണ്ട് പോകുന്ന ക്യാപിറ്റലിന് ട്രേഡർ ഫേമിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേര് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ്. ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വന്നാൽ തീർച്ചയായും ഫേമിനെ സംബന്ധിച്ചൊരു ഇൻകമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ട് പിന്നെ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ ആ ലയബിലിറ്റി സൈഡിൽ ഡ്രോയിങ്സിൽ നിന്ന് എന്ത് ചെയ്യണം? ഡ്രോയിങ്സിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൂട്ടി ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം. ബാലൻസ് ഷീറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൽ കൂട്ടി ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് അക്കൗണ്ട് എൻട്രി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നാണ് അതിന്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി. അപ്പൊ അതും നമുക്ക് മനസ്സിലായി. അപ്പൊ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി. ഇപ്പൊ എത്ര അഡ്ജസ്റ്റ്മെന്റുകളായി? ക്ലോസിംഗ് സ്റ്റോക്കായി, പ്രീപെയ്ഡ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതോടൊപ്പം തന്നെ അക്രൂഡ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ വന്ന ഡിപ്രീസിയേഷൻ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. 8 ഐറ്റമായി. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട 9ാമത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്ന് പറഞ്ഞ ബാഡ് ഡെറ്റ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്താണ് ഈ ബാഡ് ഡെറ്റ്സ്? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയണം. എന്താണ് ബാഡ് ഡെറ്റ്സ്? നമുക്ക് മൊത്തം തരാനുള്ള ഡെറ്റേഴ്സിന്റെ ഒരു ഭാഗം ഇറിക്കവറബിൾ ആണ്. തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനെ ബാഡ് ഡെറ്റ്സ് എന്ന് വിളിക്കും. എ പാർട്ട് ഓഫ് ദ ടോട്ടൽ ഡെറ്റ് വിച്ച് ബിക്കം ഇറിക്കവറബിൾ ഈസ് കാൾഡ് ബാഡ് ഡെറ്റ്സ്. നമുക്ക് തരാനുള്ള ഡെറ്റിന്റെ ഒരു ഭാഗം ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബാഡ് ഡെറ്റ്സ് എന്നാണ്.
അപ്പം ബാഡ് ഡെറ്റ്സ് വന്നാൽ നമുക്കറിയാം ഡെറ്റേഴ്സിൽ അത്രയും ഭാഗം കുറയും, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ നഷ്ടമായി കാണിക്കും. അപ്പൊ ബാഡ് ഡെറ്റ്സ് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. ഇതാണ് ബാഡ് ഡെറ്റ്സ്. ജേണൽ എൻട്രി ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് അറ്റ് ഡെറ്റേഴ്സ് എന്നാണ്, ബാഡ് ഡെറ്റ്സ് അക്കൗണ്ട് അറ്റ് ഡെറ്റേഴ്സ് എന്നാണ്. എന്നാൽ നമ്മളെ കയ്യിൽ 52,000 രൂപ നമുക്ക് ഡെറ്റേഴ്സ് മൊത്തമുണ്ട്, അതിൽ 2,000 രൂപ ബാഡ് ഡെറ്റ്സ് ആയിട്ട് പോയി. പക്ഷേ ഇതിൽ ബാക്കിയുള്ള 50,000ന്റെ 5% 2,500 രൂപ എന്ന് പറയുന്നത് നമുക്കൊരു സംശയമുണ്ട്, കിട്ടുമോ കിട്ടൂലേ എന്ന്. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നാണ്. ഈ കിട്ടും കിട്ടൂല എന്ന് സംശയമുള്ളതിനെ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നാ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, കിട്ടുമോന്നോ കിട്ടൂലെന്നോ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അങ്ങനെ കിട്ടും കിട്ടൂല എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇത് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും എമൗണ്ട് ട്രേഡർ മുൻകരുതലായി കയ്യിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് മാറ്റിവെക്കും. അങ്ങനെ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് എതിരായിട്ട് ബിസിനസ്സിൽ നിന്ന് മാറ്റിവെക്കുന്ന പ്രൊവിഷൻ അഥവാ മുൻകരുതലിനെ വിളിക്കുന്ന പേര് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നാണ്. അതിനെ വിളിക്കുന്ന പേര് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നാണ്. അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ നഷ്ടമായി കാണിക്കും, ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ കുറയ്ക്കും. ഇവിടെ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് കാണാൻ നേരത്ത് അഡ്ജസ്റ്റ്മെന്റിൽ ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ഇവിടെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നാണ് അഡ്ജസ്റ്റിംഗ് എൻട്രി. ഇതിന്റെ എഫക്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ അത് അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കുകയും വേണം. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇവിടെ നമുക്ക് വേറെ കാര്യമുണ്ട്. പണ്ടെങ്ങോ നമുക്ക് ഇതുവരെ മാറ്റിവെച്ചിരുന്ന എമൗണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയിട്ട് മാറ്റിവെച്ച എമൗണ്ട് ഇപ്പൊ കിട്ടുകയാണെന്നിരിക്കട്ടെ. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതും ഓൾഡ് റിസർവ് എന്നാണ് വിളിക്കുന്ന. പണ്ട് കിട്ടാതിരുന്ന ഇപ്പൊ കിട്ടി, അത് ലാഭമാണ്. അങ്ങനെ ലാഭമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ലാഭത്തെ ക്രെഡിറ്റ് സൈഡ് എഴുതി പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും ബാഡ് ഡെറ്റ്സും ഡെബിറ്റ് സൈഡ് എഴുതുന്നതിന് പകരം ഇതിന്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് നമ്മൾ എവിടെയാണോ വരേണ്ടത് അവിടെ എഴുതും. ഉദാഹരണത്തിന് ബാഡ് ഡെറ്റ്സിനോടൊപ്പം ഇപ്പോഴുള്ള പ്രൊവിഷൻ കൂട്ടിയിട്ട് പഴയ പ്രൊവിഷൻ നമ്മൾ കുറയ്ക്കും. അപ്പൊ എവിടെയാണോ ബാലൻസ് വരുന്ന ഡെബിറ്റ് സൈഡിലാണെങ്കിൽ അത് അവിടെ കാണിക്കും, ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അവിടെ കാണിക്കും. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇനി ബാഡ് ഡെറ്റ്സ് ഉണ്ടായി, ഡെറ്റേഴ്സിൽ 52,000 രൂപ ഉണ്ടായിരുന്ന 2,000 രൂപ ബാഡ് ഡെറ്റ്സ് പോയി. അതിൽ 5%, ബാക്കി 50,000-ന് 5% 2,500 രൂപ എന്ന് പറയുന്ന പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് പോയി. ബാക്കിയുള്ള 45,000 രൂപയുണ്ട്. ഈ 45,000 രൂപ തരാനുള്ള ഡെറ്റേഴ്സിന്റെ അടുത്ത് നമ്മൾ പറയും, നിങ്ങൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ആ പേയ്മെന്റ് പ്രോംപ്റ്റായിട്ട് പേയ്മെന്റ് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് 2% ഡിസ്കൗണ്ട് തരാം എന്ന് ഭാവിയിൽ തരാമെന്നാ പറയുന്നത്. അപ്പം നമ്മൾ മാറ്റിവെക്കണം. അങ്ങനെ 2% ഡിസ്കൗണ്ട് ആയിട്ട് മുൻകരുതലായിട്ട് മാറ്റിവെച്ചേക്കുന്നതിനെ വിളിക്കുന്ന പേര് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന. അതും നമുക്ക് ചെലവാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതും. അവിടെ ജേണൽ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്നാണ്. അതും നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ച് ബാലൻസ് ഷീറ്റ് ഡെറ്റേഴ്സിൽ കുറയ്ക്കും. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സും നമുക്ക് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് തരും. അങ്ങോട്ട് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ് ഡിസ്കൗണ്ട് മാറ്റി വെച്ചേക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് എന്നാണ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അത് ഇൻകമാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും, ബാലൻസ് ഷീറ്റ് ക്രെഡിറ്റേഴ്സിൽ കുറയ്ക്കുകയും ചെയ്യും. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെന്റും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു കേസാണ് ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. എന്താണ് ഈ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾ എന്ന് പറയുന്നത്? സാധാരണ കേസിൽ പരസ്യത്തിന് വേണ്ടി നമ്മൾ വാങ്ങിച്ച സാധനത്തിന്റെ ഒരു ഭാഗം ചെലവാക്കും പരസ്യത്തിന് വേണ്ടി. അങ്ങനെ പരസ്യത്തിന് വേണ്ടി ഒരു ഭാഗം ചെലവാക്കിയാൽ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് എന്നാണ് പറയുന്നതാണ്. അപ്പൊ ഇവിടെ എവിടെ കുറയും, യഥാർത്ഥത്തിൽ പർച്ചേസിൽ കുറയും. പക്ഷെ ഇത് പരസ്യത്തിനായതുകൊണ്ട് അഡ്വർടൈസ്മെന്റിൽ കൂടും. ശരിയല്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യും, പർച്ചേസിൽ നിന്ന് കുറയ്ക്കും, അഡ്വർടൈസ്മെന്റിൽ നമ്മൾ കൂട്ടും. ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലെ പർച്ചേസിൽ കുറയ്ക്കും, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അഡ്വർടൈസ്മെന്റ് ആയിട്ട് കാണിക്കുകയും ചെയ്യും. ഇതെന്തിനു വേണ്ടിയാ, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതാണ് ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് എത്ര അഡ്ജസ്റ്റ്മെന്റ് ആയി? ക്ലോസിംഗ് സ്റ്റോക്ക് ആയി, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആയി, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയി, അക്രൂഡ് ഇൻകം ആയി, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആയി, ഡിപ്രീസിയേഷൻ ആയി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ദെൻ ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് 12. അതുപോലെ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഫ്രീ സാമ്പിൾസ്. ഇപ്പൊ 13 അഡ്ജസ്റ്റ്മെന്റുകളായി. ഇനി 14ാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, നമ്മളെ ഗോഡൌണിൽ തീ പിടിച്ചു. ക്ലോസിംഗ് സ്റ്റോക്കിരുന്ന ഗോഡൌണിൽ തീ പിടിച്ചു. അങ്ങനെ തീ പിടിച്ച് പോയി കഴിഞ്ഞാൽ അത് എന്ത് ട്രീറ്റ്മെന്റ് ആണ്? നമുക്ക് ഇൻഷുർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ അത്. ഗോഡൌൺ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ എന്താ ചെയ്ത, നമ്മൾ അക്കൗണ്ട് എഴുതുന്ന സമയത്ത് നമ്മൾ 10,000 രൂപ വില വരുന്ന സ്റ്റോക്ക് ഗോഡൌണിൽ തീ പിടിച്ച് നഷ്ടപ്പെട്ടു പോയി.
അപ്പൊ അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് വിൽക്കാമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും? അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ലാഭമാണല്ലോ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നഷ്ടപ്പെട്ട എത്രയാണോ അത്രയും വാല്യൂ എഴുതും. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഗുഡ്സ് ലോസ്റ്റ് ഓൺ ഫയർ എന്നും പറഞ്ഞ് അവിടെ നമ്മൾ എഴുതും 10,000. എന്നിട്ട് ഇൻഷുറൻസ് കമ്പനിയോട് നമ്മൾ പറയും നമുക്കിവിടെ നഷ്ടമുണ്ടായിട്ടുണ്ട് 10,000. അവർ വന്ന് വെരിഫൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 10,000 രൂപ തരത്തില്ല, 7,000 രൂപയെ തരൂ. അപ്പൊ തരാമെന്ന് പറയുന്ന വാല്യൂ തന്നില്ല. ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ തരും, എപ്പോഴായാലും കിട്ടും. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിച്ചു ഇൻഷുറൻസ് കമ്പനി 7,000. അപ്പൊ നമ്മൾ യഥാർത്ഥ നഷ്ടം 3,000 അല്ലേ? ആ യഥാർത്ഥ നഷ്ടം മാത്രം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അവിടെ 3 ട്രീറ്റ്മെന്റ് ആണ്. നഷ്ടം എത്രയാണോ അത്രയും നഷ്ടം ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡാ. അതുപോലെ തന്നെ നമുക്ക് യഥാർത്ഥ നഷ്ടം എത്രയാണോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡാ. ഇനി ബാലൻസ് ഷീറ്റിൽ നമുക്ക് ശരിക്കും എത്രയാണ് ഇൻഷുറൻസ് കമ്പനി തരാമെന്ന് പറയുന്നത് അത്രയും നമ്മൾ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിലും കാണിക്കും. ഇതാണ് ഗുഡ്സ് ലോസ്റ്റ് ഓൺ ഫയർ എന്ന് പറയുന്നതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതും മനസ്സിലായി. ഇനി ലാസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട മാനേജേഴ്സ് കമ്മീഷനാണ്. എന്താണ് ഈ മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്? മാനേജറെ വിളിച്ചിട്ട് നമ്മൾ പറയും ബിസിനസ്സിലെ സെയിൽസ് വർദ്ധിപ്പിച്ചു, പ്രോഫിറ്റ് കൂടുകയാണെങ്കിൽ അതിന്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾക്ക് കമ്മീഷൻ തരാം. അപ്പൊ മാനേജേഴ്സിന് കമ്മീഷൻ കൊടുക്കുന്ന സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. മാനേജർ ഈസ് ടു ബി പ്രൊവൈഡഡ് എ കമ്മീഷൻ ടു ഇൻക്രീസ് സെയിൽസ് വർദ്ധിക്കാൻ വേണ്ടി മാനേജർ കൊടുക്കുന്ന കമ്മീഷൻ. അങ്ങനെ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം മാനേജർക്ക് കമ്മീഷൻ കൊടുക്കുന്നത് സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മാനേജേഴ്സ് കമ്മീഷൻ എന്നാണ്. അപ്പൊ ആ കമ്മീഷനും നമ്മൾ എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് സൈഡ് എഴുതും. അത് കൊടുത്തില്ല, കൊടുക്കാനുണ്ട് എന്നുള്ളത് ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ എഴുതി ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത വളരെ കറക്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗിലെ ഗ്രോസ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ബിസിനസിനെ കുറിച്ചൊരു ക്ലിയർ പിക്ചർ കിട്ടും. മാത്രമല്ല ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫെയർ ആൻഡ് ട്രൂ പിക്ചർ അനുസരിച്ചാണ്. വളരെ ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് കള്ളമൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൃത്യമായി ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യും. അത് ബിസിനസിന്റെ ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ആണ്. ഇതാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുന്ന ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ് ബാങ്കിലൊക്കെ ലോൺ എടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ്. കാരണം അത് ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ആണ്. ഇങ്ങനെയാണ് ഒരു ഫൈനൽ അക്കൗണ്ട്